കേരളത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് പഠിക്കുമ്പം പെൺകുട്ടികൾക്ക് സേഫ് ആണോ, നൈപ്പർ സേഫ് ആണോ, അല്ലെങ്കിൽ കേരളത്തിലെ പുറത്തുള്ള ഫാർമസി കോളേജസ് സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഷെമി മറവാൻ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാൻ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ കൂടിക്കോളാം. എൻ്റെ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ തരിക. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഇൻസ്പയറിംഗ് ആണ്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പുറത്തോട്ടൊക്കെ നോക്കുമ്പം തിങ്സ് ആർ ലിറ്റിൽ ബിറ്റ് ചലഞ്ചിങ്. അവിടെ പോയാലും അവിടെ നമ്മളെ ചെറിയ പൈസക്കാണ് ഹയർ ചെയ്യുന്നത്. ട്രെയിനി ആയിട്ട് പോവുകയാണെങ്കിൽ ദേ ആർ ഡംപിങ് ദ വർക്ക്. It's there everywhere. And once you get 2 years experience and go there in a visiting visa, people are struggling. The visiting visa is going to expire. അതിനുള്ള നമുക്കൊരു ജോലി കണ്ടുപിടിക്കണം. ആ ഒരു ഡെസ്പെറേറ്റ് ബിഹേവിയർ, നമുക്കൊരു ഡെസ്പെറേറ്റ് ആവും നമ്മളവിടെ പോകുമ്പോൾ. അത് അവിടുത്തെ ചെയിൻ ഫാർമസീസിൽ ലെവറേജ് ചെയ്യും. അവരെ നമ്മൾ ചെറിയ പൈസക്ക് ഹയർ ചെയ്യും. പിന്നെ നമുക്ക് പിന്നെ ഒരു സർവൈവൽ മോഡാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഗതികളൊക്കെ നടക്കുമ്പം യു ക്യാൻ തിങ്ക് അബൌട്ട് ഡൂയിങ് എൻ എം-ഫാം ആൻഡ് പിവട്ട് ഇൻ ടു ഇൻഡസ്ട്രി റിലേറ്റഡ് ജോബ്സ് ആൻഡ് ഓൾ. അപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കുമ്പം ഇതൊരു ഫസ്റ്റ് സംഭവം ഒന്നല്ലല്ലോ. ബി-ഫാം ഒക്കെ എത്ര ആളുകൾ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നുണ്ട്, തമിഴ്നാട് പോയി പഠിക്കുന്നുണ്ട്. സോ ഇതൊരു ഫസ്റ്റ് സംഭവമല്ല. ഗേൾസ് ഫ്രം കൺസർവേറ്റീവ് ഫാമിലീസ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെ ഉള്ള ഗേൾസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എനിവേ, നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നൈപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നൈപ്പർ ഹൈദരാബാദിലാണ് പഠിച്ചത്. ഇവിടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈ പടക്കത്തിൻ്റെ സൗണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഇവിടെ ദസറയാണ്, അതിൻ്റെ പടക്കത്തിൻ്റെ സൗണ്ടാണ്. സോ ദേ ആർ എൻജോയിങ്, ദേ ആർ സെലിബ്രേറ്റിംഗ്. വി കനോട്ട് സേ എനിത്തിങ് ആൻഡ് ലെറ്റ് ദം സെലിബ്രേറ്റ്. സോ കുറച്ചൊക്കെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി എന്നുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അവരെ അഡ്മിഷനൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ നൈപ്പർ ഹൈദരാബാദിലാണ് പഠിച്ചത്. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ഉണ്ട്, സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഉണ്ട് ഫോർ ഗേൾസ് ആൻഡ് വാർഡൻസ് ഉണ്ട്, സെക്യൂരിറ്റീസ് ആർ ഡിപ്ലോയിഡ് ആൻഡ് രജിസ്റ്റേഴ്സ് ആർ ദർ ഫോർ ലോഗിങ് ഔട്ട്, ലോഗിങ് ഇൻ. സോ ഇതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. സി, ഇഫ് എനിത്തിങ് ഗോസ് റോങ് they will go to a reputational crisis. This is a central government institute. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അവിടെ ഒന്നുമില്ല. പിന്നെ കേരളത്തിലെ പോലെ നമ്മുടെ വീട്ടിലെ പോലെ നമ്മളെ ഒരാളിങ്ങനെ വീക്ഷിക്കും, അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ആരും നോക്കുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും നോക്കുന്നില്ല. നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇതാണ്, മൈൻഡാണ്. ആരും നിങ്ങളുടെ കാര്യത്തിൽ വന്ന് ആരും തലയിടൊന്നുമില്ല. ഇപ്പോൾ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ വാർഡനോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. വീട്ടിലോട്ട് വിളിച്ച് പറയേ. അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ വേണം. നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്, നിങ്ങളുടെ മിഷൻ എന്താണ്, നിങ്ങളുടെ എയിം എന്താണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയണം. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിച്ച് പോരാവുന്നതേ ഉള്ളൂ. ഒരു ജോലിയും കയ്യിലാക്കി പോരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, പിന്നെ പുറത്ത് പോയി പഠിക്കുമ്പം നമ്മളൊന്നുകൂടി ലെവലപ്പ് ആവും. കാരണം നമുക്ക് കുറച്ച് മെച്യൂരിറ്റി, യാത്ര ചെയ്യാൻ, ഭാഷ, ഹിന്ദി അറിയാത്തവർക്ക് ഹിന്ദിയൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ people from diverse backgrounds are there, be it Maharashtra, Kashmir, the Northeast, anywhere. So you can interact with them, you can understand their culture, you can realize what they are eating, what are their food culture, all those things. പിന്നെ കേരളത്തിലെ ഫുഡിനെ കഴിക്കുള്ളൂ, കേരളത്തിലെ ഹോസ്റ്റലിലെ ഫുഡേ എനിക്ക് പറ്റുള്ളൂ, അങ്ങനത്തെ ആ സ്റ്റബേൺ മൈൻഡ് സെറ്റൊക്കെ ആയിട്ട് പോയാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സ്ട്രഗിൾ ആവും. ഒരുപാട് പേര് വന്നു സർവൈവ് ചെയ്ത് ജോലിയും വാങ്ങി പോയിട്ടുണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ന്യൂ തിങ്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു സെൽഫ് കൺട്രോൾ വേണം. നമ്മുടെ എയിം എന്താണ്, നമ്മുടെ മിഷൻ എന്താണ്, പഠിച്ച് ജോലി വാങ്ങി പോരുക. ഓക്കെ, അല്ലെങ്കിൽ റിസർച്ച് ആയിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു ഐഡിയ മുൻപിൽ വെച്ചിട്ട്, ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ എൻ്റെ കരിയർ, എനിക്കങ്ങനെ ഈ ജോലി കിട്ടി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കരിയർ ജേർണിയെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഗായ്സ്, ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ദാറ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.